എൻ്റെ പേര് സിനി ബിനോയ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലുള്ള കോലഞ്ചേരിക്കടുത്ത് ആണ് എൻ്റെ താമസം. നമ്മൾ ഇവിടെ എക്സ്പോ പ്രമാണിച്ച് നമ്മൾ റൈസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ സംരംഭം ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി അച്ചാറുകൾ, വെറൈറ്റി അച്ചാറുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ അച്ചാറുണ്ട്, കാടമുട്ട, പിന്നെ ക്യാരറ്റ്, മാങ്ങ, ഒത്തിരി, പിന്നെ വാഴപ്പിണ്ടി, തൈരിൻ്റെ മുളക് അച്ചാറ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി അച്ചാറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാക്സുകളുണ്ട്, സ്ക്വാഷ്, മസാല പൊടികൾ, പിന്നെ കൊണ്ടാട്ടങ്ങൾ, അച്ചപ്പം, എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഗോതമ്പ് പൊടി, പിന്നെ കണ്ണിമാങ്ങച്ചാറ്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ അച്ചാറ് നമുക്ക് 2 മാസത്തെ എക്സ്പയറി ഡേറ്റ് ഉള്ളത്. നമുക്ക് ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ ഇത് കാടമുട്ട, നമുക്കിതിൽ പ്രത്യേകിച്ച് കാടമുട്ട അച്ചാറുണ്ട്. നമ്മളിത് നമുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 3 മാസമൊക്കെ നമുക്ക് ലൈഫ് കിട്ടും നമുക്കിത്. പിന്നെ നമുക്കുള്ളത് ക്യാരറ്റ് മാങ്ങ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് ക്യാരറ്റ് മാങ്ങ. പിന്നെ ഉണക്കസ്രാവ് ഉണ്ട്, നമുക്ക് ഉണക്കസ്രാവിൻ്റെ അച്ചാറുണ്ട്. അത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണത്. പിന്നെ നമുക്ക് ബീഫിൻ്റെ അച്ചാറുണ്ട്, നല്ല വെറൈറ്റി ടേസ്റ്റുള്ള. പിന്നുള്ളത് നമുക്ക് നമ്മുടെ ഇത് കറുനാരങ്ങച്ചാറാണ്. ഇത് നമ്മൾ ഉണക്കി വെച്ചിടുന്നതുകൊണ്ട് കയ്പ്പ് നമുക്ക് ഉണ്ടായില്ലത്. പിന്നെ പുളിയിഞ്ചി, പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ചുള്ളത് നമ്മുടെ കൊഴുവ, നമ്മൾ ചെറിയ കൊഴുവ നമ്മൾ ഉണക്കി വെച്ച് ഫ്രൈ ആക്കി റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഉപ്പുമാങ്ങ, നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അച്ചപ്പമാണ്, മൈദയും തന്നെ അരിപ്പൊടിയിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചപ്പം. പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം, തൈരിലിട്ട് ഉണക്കുന്ന കൊണ്ടാട്ടമുളക്, ജിഞ്ചർ ലെമൺ സ്ക്വാഷ്, നമ്മൾ ഇഞ്ചിനീരും നാരങ്ങനീരും ചേർത്തുണ്ടാക്കുന്ന സ്ക്വാഷാണ് നമുക്കിത്. പിന്നെ മസാല, നമ്മൾ എല്ലാവിധ മസാലപ്പൊടികളിട്ട് ഉണ്ടാക്കുന്ന മസാലകളുണ്ട് നമുക്ക്. പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്, നമുക്ക് മല്ലിപ്പൊടി, കൊടപ്പുളി നമുക്കുണ്ട്, പിന്നെ ഇടിയമുളക് നമുക്കുണ്ട്, അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. എല്ലാ വെറൈറ്റീസ് നമുക്കുണ്ട്. എൻ്റെ പേര് മുരളീധരൻ. ഞാൻ ഇവിടെ കാരടെക് എന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അത് തൃശ്ശൂർ ജില്ലയിലെ ആങ്കണ്ടിയൂരാണ് ആ കമ്പനിയിലുണ്ട്. ഒരു 20 വർഷമായിട്ടുള്ള സ്ഥാപനം. നമ്മളെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ട് നമുക്കൊരു 15 ഉപയോഗമുണ്ട്. ഒരുവിധം എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാത്രിക്ക് എടുക്കാൻ നേരത്ത് കുടിച്ചു കഴിഞ്ഞാൽ വയറ് ക്ലീൻ ആവും. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അൾസർ, അസിഡിറ്റിക് ഒക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളുടെ മേൽ ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകൾ, പാടുകളൊക്കെ മാറാൻ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ താരം മുടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. പല്ല് തേക്കാൻ ഉപയോഗിക്കുക, ആഫ്റ്റർ ഷേവ് ആയിട്ട് ഉപയോഗിക്കുക വെളിച്ചെണ്ണ. പിന്നെ നമുക്കിത് കൂടാതെ വെളിച്ചെണ്ണ തന്നെ ഒരു 15ഓളം പ്രൊഡക്റ്റ് വേറെ ഉണ്ട്. അതായത് നമ്മൾ വെളിച്ചെണ്ണ, കോക്കനട്ട് ചിപ്സ് ഉണ്ട്, പിന്നെ ചമ്മന്തി പൊടികളുണ്ട്, കോക്കനട്ട് ഷുഗർ ഉണ്ട്, നീരെടുക്കുന്ന ഷുഗർ ഉണ്ട്, പിന്നെ നമ്മുടെ സോപ്പ്, ഗ്ലിസറിൻ സോപ്പ്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഗ്ലിസറിൻ സോപ്പാണത്. വെളിച്ചെണ്ണ ഗ്ലിസറിനോട് ചേർത്ത് ഉണ്ടാക്കുന്ന ഗ്ലിസറിൻ സോപ്പാണ്. കൂടാതെ ബോഡി ലോഷൻ എന്ന സാധനം ഇറക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബോഡി ലോഷനാണത്. തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ബോഡി ലോഷനാണ്. നല്ലൊരു ഇതാണ്, സ്കിന്നിനോട് നല്ല ഇതാണ്. പിന്നെ നമ്മൾ ഹെയർ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ഇത് താരം പോകാനുള്ള മരുന്നാണ്. 100% ഗ്യാരണ്ടിയുള്ള മരുന്നാണ് താരം. ഒരാഴ്ച കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരം മാറി കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ബോഡി പെയിൻ മസാജ് ഓയിൽ ഉണ്ട്. പെയിൻ വന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകളാണ് ഇതൊക്കെ. ഏതാണ്ട് നമ്മളൊരു 15 വർഷമായിട്ട് ഇത് മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്നതാണ് സംഭവങ്ങളാണ്. എത്രയാണ് നമ്മൾ പ്രോഡക്റ്റ്. എൻ്റെ പേര് ലിൻസി എന്നാണ്. എടപ്പള്ളിയിൽ നിന്നാണ്. നമ്മൾ വയനാടൻ പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. വയനാട് നിന്ന് വരുന്ന എല്ലാ പ്രോഡക്റ്റും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. തേയില, കാപ്പി, മെയിനായിട്ട് വരുന്നത് കാപ്പി, തേയില, അങ്ങനെയുള്ള പ്രോഡക്റ്റാണ്. ഹണിയുടെ എല്ലാ ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറുതേനാണ്. ഇപ്പം നമ്മൾ 1 കിലോ 2400 റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 100 ഗ്രാം മുതലുള്ള എല്ലാ ബോട്ടിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് വൻതേൻ്റെ ഇതാണ്, വൻതേനാണ്. ഇത് 1 കിലോയുടെയാണ്. 330 റേറ്റ് വരുന്നത്. അതും ഇതിൻ്റെ 100 ഗ്രാം മുതലുള്ള പല വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ചുക്ക് കാപ്പിയാണ്. ഇത് തിപ്പല്ലി, കുരുമുളക്, ഏലക്കായ, തുളസി, അതുപോലെ തന്നെ പനിക്കൂർക്കയാണ് ഇതിൻ്റെ മെയിൻ ഇതായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാപ്പിയായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ലൈവായിട്ട് തൊണ്ടകുത്തലൊക്കെ ഉണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല മൂവ്മെൻ്റ് ഉള്ള പ്രോഡക്റ്റ്. ഇത് വരുന്ന ഗ്രീൻ ടീ. ഇതും നമുക്ക് ഫാസ്റ്റ് മൂവിങ് ഉള്ളതാണ്. കൂടുതലായിട്ട് ജിമ്മുകളിലോട്ടൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു കസ്റ്റമർ വരുന്നുണ്ട്. 1000 ഗ്രാം എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. എടപ്പള്ളിയിലാണ് ഷോപ്പ് വരുന്നത്.
അപ്പോൾ കേക്ക്, ബിസ്ക്കറ്റ്, കുക്കീസ്, അച്ചപ്പം, അവലോസുപൊടി, മുറുക്ക്, അങ്ങനെ ചിപ്സുകൾ, പലതരത്തിലുള്ള ചിപ്സ്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത് കേക്കുകളാണ്. ജാക്ക് ഫ്രൂട്ടിന്റെ കേക്കാണ്. ഞാൻ 365 ദിവസം ജാക്ക് ഫ്രൂട്ടിലെ കേക്ക് അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടിന്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള കേക്ക്, കുക്കീസ്, ചിപ്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് വരട്ടി വെച്ച് അതിൽ നിന്നും കേക്ക് ഉണ്ടാക്കും. അപ്പോൾ 365 ദിവസം എനിക്ക് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാക്ക് ഫ്രൂട്ട്, ക്യാരറ്റ്, എസൻസുകളൊന്നും പരമാവധി ഉപയോഗിക്കാറില്ല. പകരം ഞാൻ ഫ്രൂട്ട്സ്, നല്ല സ്മെല്ലുള്ള ഫ്രൂട്ട്സ്, അതായത് പൈനാപ്പിളോ ഓറഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചേർക്കുന്നത്. ഇന്നിപ്പോ ഇതിൽ ചേർത്തിട്ടുള്ളത് ഓറഞ്ചാണ്. ഇതിലിപ്പോ ജാക്ക് ഫ്രൂട്ട്, ക്യാരറ്റ്, ഓറഞ്ച്, പിന്നെ ഇതിലേക്ക് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മാക്സിമം ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ്, മിൽക്ക് പൗഡർ, അതെല്ലാം തന്നെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് ജാമുകളെല്ലാം തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. സ്പെഷ്യൽ കുക്കീസ് ആട്ടോ ഇത്. ടെൻഡർ കോക്കനട്ട് കൊണ്ടുള്ള കുക്കീസാണ് ഇത്. എൻ്റെ ഒരു ലേറ്റസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ടെൻഡർ കോക്കനട്ട് കൊണ്ടുള്ള കുക്കീസാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗോതമ്പ്, ടെൻഡർ കോക്കനട്ട്, ശർക്കര, ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. നെയ്യിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു പിക്കിളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 365 ദിവസം ഇടിച്ചക്ക കൊണ്ട് പിക്കിൾ ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു ഗവേഷണം കണ്ടെത്തിയിരിക്കുകയാണ്. ഞാനിത് ഇടിച്ചക്ക ഡ്രൈ ചെയ്ത് വെച്ചിട്ട് 365 ദിവസം നമുക്ക് ഇടിച്ചക്കയുടെ പിക്കിൾസ് ഉണ്ടാക്കാമെന്ന്. ഇതിലേക്ക് ഞാൻ പ്രിസർവേറ്റീവ്സോ വിനീഗറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിനകത്ത് വാളംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ജിഞ്ചിലി ഓയിൽ, അതായത് നല്ലെണ്ണ, കടുക്, കായം, ഉലുവ, പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോ ഇടിച്ചക്കയ്ക്ക് ഒരു പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കരിഞ്ജീരകം, അയമോദകം, ജീരകം, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് ഇടിച്ചക്കയുടെ അച്ചാർ. അതുപോലെ തന്നെ ഞാൻ ഇത് കണ്ടെത്തിയതല്ല, ഇത് ട്രഡീഷണൽ ആയിട്ട് ഓൾറെഡി ഉള്ളതാണ്. എല്ലാം ട്രഡീഷണൽ തന്നെ പറയാം. ബെറിയുടെ ഒരു പിക്കിളാണ്. ടർക്കിഷ് ബെറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ ചുണ്ടങ്ങ എന്ന് പറയും. ഇത് സാധാരണ നമ്മൾ ആരും കൃഷിയൊന്നും ചെയ്ത് കാണാറില്ല ചുണ്ടങ്ങ, പക്ഷെ പറമ്പിൽ ധാരാളമായിട്ട് മുളച്ച് കാണാറുണ്ട്. ശരിക്കും ഒരു വാല്യൂ അഡീഷൻ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത്. നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് വളരെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരുപാട് രോഗപ്രതിരോധ ശേഷി ഉണ്ട് ഈ ഒരു കായ്ക്ക്. ഇത് നമുക്ക് രക്തത്തിലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, പ്രഷർ കുറയ്ക്കാനും, അതുപോലെ തന്നെ വിരശല്യം, ആസ്മ, അലർജി തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമ്മളിത് പിക്കിളായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ ഒരു റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ വാളംപുളി കൊണ്ടുള്ള, അല്ലെങ്കിൽ നാളികേരം വെള്ളം കൊണ്ടുള്ള വിനിഗർ ഉണ്ടാക്കിയിട്ടും, പിന്നെ അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് നാളികേരം വെള്ളം കൊണ്ടുള്ള വിനിഗർ ഉണ്ടാക്കിയിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. എൻ്റെ പേര് ആൻറ്റോ കുര്യൻ. ഞാൻ പാരിസൺസ് ഗ്രൂപ്പിൻ്റെ സീനിയർ ഏരിയ സെയിൽസ് മാനേജറാണ്. ഞങ്ങളുടെ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്രധാനമായിട്ടും ചെയ്യുന്നത് വീറ്റ് മില്ലിങ്ങിലാണ്. വീറ്റ് മില്ലിങ് കൂടാതെ എഡിബിൾ ഓയിലിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട്. കോഴിക്കോട് ആസ്ഥാനമുള്ള ഈ പാരിസൺ ഗ്രൂപ്പിന് 4000 കോടി ടേൺ ഓവറുള്ള ഒരു കേരളത്തിലെ ഒരു സംരംഭമാണ്. പ്രധാനമായിട്ട് ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡായിട്ടുള്ള ലിബർട്ടിയും അതുപോലെ തന്നെ അതിഥിയും, ഈ 2 ബ്രാൻഡാണ് പാരിസൺ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ളത്. പ്രധാനമായിട്ടും ആട്ട, മൈദ, റവ തുടങ്ങിയ വീറ്റ് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ തുടങ്ങിയ പ്രോഡക്റ്റുകളും വിപണിയിൽ ലഭ്യമാണ്. പ്രധാനമായിട്ടും ഏറെക്കുറെ കേരളത്തിൽ 15,000 ടണ്ണ് വീറ്റിൻ്റെ മില്ലിംഗ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഒപ്പം തന്നെ കേരളത്തിലെ ഒരേ ഒരു ഓയിൽ റിഫൈനറി പാരിസൺസ് ഗ്രൂപ്പിൻ്റെയാണ്. എൻ്റെ പേര് ബിന്ദു. നെന്മാറ, പാലക്കാടിന് വരുന്നത്.
എൻ്റെ യൂണിറ്റിൻ്റെ പേര് കീർത്തി ഫുഡ് പ്രൊഡക്ട്സാണ്. അപ്പോൾ എല്ലാം ഹോം മെയ്ഡ് പ്രൊഡക്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അതിന് മീൻസ് വേറെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാറില്ല. അപ്പം മെയിനായിട്ട് മില്ലറ്റ്സിൻ്റെ പിന്നെ പുതിയൊരു മഷ്റൂം ചോക്ലേറ്റ് യൂസ് ചെയ്ത്, അതിൽ നമ്മൾ ചോക്ലേറ്റിൽ മഷ്റൂം പൊടി ചിപ്പിക്കൂണിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തത്. അവിടെ പാലക്കാടൊക്കെ നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ട് മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലും പിന്നെ ഡയറക്റ്റ് സെയിലാണ് കൂടുതലും. ഏറ്റവും കൂടുതൽ പോണ ചമ്മന്തിപ്പൊടിയാണ്, തേങ്ങ ചമ്മന്തിപ്പൊടി. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മെയിനായിട്ട് തേങ്ങ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ബൾക്കായിട്ട് വരിക. ഗൾഫിൽ പോണവരും എല്ലാവരും കൂടുതൽ ഇത് യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് ഹണിയാണ്. ഹണി പറമ്പിൽ നമ്മുടെ തന്നെ ഞാൻ തന്നെ എപ്പിക്കൾച്ചർ ചെയ്തിട്ട് പ്രോസസ് ചെയ്തിട്ട് അതിന് ബോട്ടിലായിട്ട് മാക്സിമം കൊടുക്കും. പിന്നെ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മഷ്റൂം ചോക്ലേറ്റ്സ്. കാരണം കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവർ മഷ്റൂം കഴിക്കാറില്ല. അപ്പോൾ ചോക്ലേറ്റ്സിൽ മഷ്റൂം കൂടി പൗഡർ ആഡ് ചെയ്തിട്ട് അവർക്ക് അവരുടെ മൈൻഡിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ നടക്കും. എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇത് ഗ്ലോറീസ് ഫുഡ് പ്രോഡക്റ്റ്. ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അടൂര്, കൊല്ലം. പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞോട്ടെ. ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഹെൽത്തി പ്രോഡക്റ്റ്. ഇത് ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഹൃദയാരോഗ്യം വർദ്ധിക്കാനും ഷുഗർ, കൊളസ്ട്രോള്, BP മുതലായ രോഗങ്ങളെ റെഡ്യൂസ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ കുടലിന്റെ മൂവ്മെന്റുകൾ കറക്റ്റ് അല്ലാത്തവർക്ക് കുടലിന്റെ മൂവ്മെന്റുകൾ കറക്റ്റ് ആകാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുമായിട്ടുള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഹെൽത്തി ഓട്സ്. ഇത് ഓട്സ് അല്ല, 22ഓളം ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ലറ്റ് ആണ്. ഇത് 22ഓളം മില്ലറ്റുകൾ ചേർത്ത് അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, കരിഞ്ജീരകം, ശുദ്ധമായ കായം, സോയാബീൻ, ഏത്തക്കാപ്പൊടി, ഡ്രൈ ഫ്രൂട്ട്സ് മുതലായവയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണ്. ഇത് ഷുഗർ രോഗികൾക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് മധുരമില്ലാത്തതും ഒന്ന് മധുരമുള്ളതും. ഷുഗർ രോഗികൾക്ക് മധുരമില്ലാത്തതായ ഈ പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചു വരുന്നത്. നല്ല റിസൾട്ട് ഉള്ള ഈ പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന ഈ പ്രോഡക്റ്റ് വളരെയധികം ഹെൽത്തി ബെനിഫിറ്റുകൾ പ്രദാനം ചെയ്യുന്നു. എൻ്റെ പേര് അഷ്റഫ്. ഞങ്ങൾ പാലക്കാട് പട്ടാമ്പിയിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത്. ഗ്രാൻഡ് ചിപ്സ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഞങ്ങൾ മെയിനായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നത് ബനാന ഐറ്റംസ് ആണ്. അതിൽ സാധാ ഉണ്ട്, സ്വീറ്റ് ബനാന ഉണ്ട്, ലോങ് കട്ട് ഉണ്ട്, പിന്നെ അതുപോലെ ചക്ക ചെയ്യുന്നുണ്ട്, പിന്നെ പൊട്ടാറ്റോ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഞങ്ങൾ പാലക്കാട് പട്ടാമ്പി സ്ഥലത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്, എല്ലാം വെളിച്ചെണ്ണയിലാണ്. ഞാനും ജ്യേഷ്ഠനാണ്. ഞങ്ങൾ പാർട്ട്ണറായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. 1 വർഷത്തോളമായി തുടങ്ങിയിട്ട്. ഇതിൽ നമ്മൾ ചിപ്സ് ഉണ്ട്, ചക്ക ചിപ്സ് ഉണ്ട്, പിന്നെ മിക്സർ ഐറ്റംസുകളുണ്ട്, ശർക്കരപ്പേരികളുണ്ട്, അച്ചപ്പം, അരിമുറുക്ക് ഐറ്റംസുകളുണ്ട്, പിന്നെ കടല ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്. നമ്മളെ സ്പെഷ്യലായിട്ട് വരുന്നത് പൊട്ടാറ്റോ ആണ്. പിന്നെ ടാപ്പിയാക്ക, അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ട്. ഹലോ, ഞാൻ റസിയ. സിഫ നാച്ചുറൽസ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 4 വർഷമായി. പിന്നെ ആദ്യമായി ഞങ്ങൾ തുടങ്ങിയത് കോസ്മെറ്റിക്സ് ആണ്, ഹെർബൽ കോസ്മെറ്റിക്സ് ആണ്. ഞാനൊരു പാരമ്പര്യ വൈദ്യയാണ്. എൻ്റെ 3ാം തലമുറയിൽപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ളത് കുറേ കോസ്മെറ്റിക്സ് ഉണ്ട്. അതിന് എനിക്ക് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. പക്ഷേ ഇവിടെ അഗ്രോ ഫുഡ് ആയതുകൊണ്ട് അതൊന്നുമില്ല, അഗ്രോ ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുറേ പ്രൊഡക്ട്സ് ഞാൻ UK, മാൾട്ട ഒക്കെ അയക്കുന്നുണ്ട്. ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇതിലൊന്നും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. എല്ലാം നോർമലി ഫുഡുകളാണ്. ഇപ്പോഴാണ് ഞങ്ങൾ കൊമേഴ്ഷ്യലി, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം
ഞങ്ങൾക്ക് എക്സ്പോർട്ടിന് ഡയറക്റ്റ് ആൾക്കാർ വന്ന് സമീപിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി തരാം. ഇത് ഞങ്ങളുടെ സിഫ നാച്ചുറൽസിന്റെ പുതിയതല്ല, ഞങ്ങൾ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇത് എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് ഇതിന്റെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ്. ഫേസ്ബുക്കിൽ ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്റെ മമ്മീൻ്റെ ഒരു കോമ്പിനേഷനാണ്. തലശ്ശേരി ബിരിയാണിന്റെ ടേസ്റ്റ് ഇതാണ്. ഇതിപ്പോൾ എനിക്ക് ഒരുപാട് ലോകത്തിന് എല്ലാ രാജ്യങ്ങളിലും എത്തിയെന്ന് തന്നെ പറയാം. അതുകൂടാതെ ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ദോശ പ്രീമിക്സ് ദോശയാണ്. ദോശ ഇഡ്ഡലി ഉണ്ട്. ഇത് 12 മണിക്കൂർ സാധാരണ നാച്ചുറൽ പ്രോസസ്സിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കി. ഇതിപ്പോൾ എല്ലാ സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് കസ്റ്റമേഴ്സാണ്. പിന്നെ അതുകൂടാണ്ട് പാലപ്പം, ഇൻസ്റ്റൻറ്റ് പാലപ്പം ഉണ്ട്. ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൽ ഒന്നാണ്. ഒന്നിലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ ഈ എക്സ്പോർട്ടിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് ഈ ഫുഡ് ഐറ്റംസ്. ഇതിൽ പെട്ടതാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഞങ്ങൾ ആരടുത്തും കണ്ടിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുട്ടുണ്ട്, പൈനാപ്പിൾ പുട്ടുപൊടിയുണ്ട്, അതുകൂടാതെ ബീട്രൂട്ട് പുട്ടുപൊടിയുണ്ട്, പിന്നെ ഞങ്ങളുടെ ക്യാരറ്റ് പുട്ടുപൊടിയുണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ പുട്ടുപൊടിയുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇന്നലെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഇന്നലെ ഇഷ്ടപ്പെട്ടിട്ട് കുറേ പേര് ഇന്നലെ ഇന്നായിട്ട് കുറേ ചിലവായിട്ടുണ്ട്. മധുരക്കിഴങ്ങ് പുട്ടുപൊടി. പിന്നെ ഞങ്ങളുടെ സ്പൈസസ് ഇപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയതാണ്. ഇത് സിലോൺ പട്ടയാണ്. ഇതാണ് ശരിയായ സിനമൺ. ഇത് കാഷ്യ ആണ്. പിന്നെ അതുകൂടാതെ നട്ട്സ് ഈത്തപ്പഴെല്ലാം കൂടിയ ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് അവൈലബിൾ ആണ്. സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഞങ്ങളുടെ ബയോട്ടിൻ പൗഡറാണ്. ഇത് മുടി നന്നായിട്ട് കൊഴിച്ചുള്ളവർക്ക് ഹെയർ ഓയിലിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ഞങ്ങളെല്ലാവർക്കും കൊടുക്കുന്നതാണ്. കുറേ ആയിട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് മാൾട്ട നന്നായിട്ട് പോകുന്നുണ്ട്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, നഴ്സുമാർ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അതുകൂടെ ഇത് ഒരു നേരത്തെ ഫുഡാണ്. ഇത് ഹെൽത്ത് മിക്സ് ആണ്. ഇതിൽ 21 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതും ഞങ്ങളുടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം എല്ലാം ഞങ്ങൾ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചതാണ്. ഇതിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്ത എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഈ മുളക് പൊടി. ഇത് ഡബ്ബയാണ്. ഇത് ഒട്ടും എരിവ് ഉണ്ടാവില്ല. ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇന്ത്യക്ക് പുറത്ത് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. പിന്നെ കോസ്മെറ്റിക്സിൽ ഞങ്ങളുടെ ഏറ്റവും ഡിമാൻഡുള്ള ഞാൻ വിപുലീകരിച്ചുണ്ടാക്കിയ ഒരു ഓയിലുണ്ട്. ഫേസ് ഓയിലാണ്. അത് ആൻറ്റി ഏജിങ് ഓയിലാണ്. മുഖത്തെ ചുളിവുകൾ പോകാനും പിഗ്മെന്റേഷൻ പോകാനും കണ്ണിൻ്റെ അടിയിലെ കറുപ്പുകൾ പോകാനും നല്ല റിസൾട്ടുള്ള ഒരു ഓയിലാണ്. അതിനാണ് എനിക്ക് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അവാർഡ് കിട്ടിയതാണ് ഇന്ത്യൻ സ്പൈസസ് റിസർച്ച് സെന്ററിൽ നിന്ന്. 2 വർഷം മുമ്പുള്ള ഒരു എക്സിബിഷനിൽ 100ഓളം പേർ പങ്കെടുത്തതിൽ എനിക്കൊരു അവാർഡ് കിട്ടിയ പ്രൊഡക്റ്റാണത്. അതുകൂടാതെ ഹെയർ ഓയിൽ, ഹെയർ മാസ്ക്, ഫേസ് പാക്കുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും പ്രിസർവേറ്റീവ് ഇല്ലാതെ ജെന്യുവനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാം. എൻ്റെ പേര് അൻസിറയാണ്. ഞാൻ തൂര് പാലക്കലവട്ട മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. 1 വർഷമായി വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 റൂമൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. പിന്നെ ഒരു 10-25 പര അച്ചാറുകളുണ്ട്. അതുപോലെ കറി പൗഡേഴ്സ്, പ്രോട്ടീൻ പൗഡേഴ്സ്, സ്ക്വാഷുകൾ ഒക്കെ ഉണ്ട്. ഉഷാറായിട്ട് പോകുന്നുണ്ട്. അടമാങ്ങ അച്ചാറ് നമ്മൾ എള്ളെണ്ണ എടുത്തിട്ട് നല്ല എള്ളെണ്ണയിലാണ് ചെയ്യണത്. ഒരു കൃത്രിമത്വം അല്ലാതെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. ഇരുമ്പമ്പുളി ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ്. നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ്. നെല്ലിക്ക വരട്ടി, നല്ല നെല്ലിക്ക അതുപോലെ ശർക്കര കൂട്ടിയിട്ട് നമ്മൾ വരട്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് മുടി കൊയ്യാണ്ടിരിക്കാനും കുട്ടികൾക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും ഒക്കെ നല്ല ഇതാണ്. ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. ABC മാൾട്ട് പൗഡർ, ആപ്പിള്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബദാം, പിസ്ത, കാഷ്യൂ, മക്കാന വെച്ചുണ്ടാക്കുന്ന നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മുളപ്പിച്ച രാഗി മാൾട്ടാണ്. മുളപ്പിച്ച രാഗിയും ബദാം, പിസ്ത, കാഷ്യൂ, മക്കാനയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കറി പൗഡേഴ്സ് ഉണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കണ കറി പൗഡേഴ്സ് ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് വിപിൻ. തലശ്ശേരി കൃഷിഭവന്റെ അണ്ടറിൽ കൃഷിമിത്ര എന്ന ഒരു പോസ്റ്റിലാണ് ഉള്ളത്. 16ഓളം കൃഷിഭവന് കീഴിലുള്ള
കൃഷിമിത്ര എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചു വരുന്നത്. പ്രധാനമായും തലശ്ശേരി കൃഷിഭവന്റെ കീഴിൽ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സപ്പോർട്ടോടുകൂടി പാംപ്ലാം വികസന പദ്ധതിയിലാണ് എൻ്റെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സ്ഥാപനത്തിന്റെ പേര് അഗ്രിഫ്രഷ് കൃഷിക്കോട്ടം എന്നാണ്. തലശ്ശേരി ബ്ലോക്കിന് കീഴിലുള്ള കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അത് വിപണിയിലെത്തിച്ച് അത് ജനങ്ങൾക്ക് മായമില്ലാത്ത രീതിയിൽ സിന്തറ്റിക് പെർഫ്യൂംസോ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സാധനവും ചേർക്കാതെ ജനങ്ങൾക്ക് ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ് അഗ്രിഫ്രഷ് കൃഷിക്കൂട്ടത്തിന് ഉള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കർഷകരുടെ നല്ല ഇനം തേങ്ങകൾ കളക്ട് ചെയ്തുകൊണ്ട് തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണ, ആ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ റോസ്മേരി ഓയിൽ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയും തേനും കൂടി ചേർത്തുകൊണ്ട് ബിവാക്സ് ക്രീം. ഈ ബിവാക്സ് ക്രീം എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മോയ്സ്ചർ കണ്ടന്റായി നമ്മൾ വാസലിനാണ് യൂസ് ചെയ്യുക. ഈസ് എ പെട്രോകെമിക്കൽ. അതിന് പകരം തേനും തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയും റോസ്മേരി ഓയിലും കൂടി ചേർന്നുകൊണ്ട് പെർഫ്യൂമുകളോ മറ്റോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇത് മോയ്സ്ചർ കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ലിബാമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അകത്തേക്ക് പോയാലും തേനും തേങ്ങാപ്പാലും റോസ്മേരിയും ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. കൂടാതെ ഇത് നമുക്ക് കണ്ണിന്റെ ബ്ലാക്ക് ഷെയ്ഡ് പോകാൻ, കഴുത്തിന് പിന്നിലുള്ള ബ്ലാക്ക് ഷെയ്ഡ് പോകാൻ, മോയ്സ്ചർ കണ്ടന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന മൊരിച്ചല്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ വിണ്ടുകീറല് ഒക്കെ മാറാൻ വേണ്ടി സാധിക്കും. കാലിന്റെ അടി വിണ്ടുകീറുന്നത്, അതുപോലെ തന്നെ ചുണ്ട് വിണ്ടുകീറുന്നതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ബിവാക്സ് ക്രീം ഉപയോഗിക്കും. ഹൈജനിക് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം കഴിഞ്ഞാലും കേടാവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. അതുപോലെ ഇതിന് ഒരു ഗ്ലോ വരുന്ന ഷൈനിങ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനോ മറ്റോ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായി നമ്മുടെ സ്കിന്നിനെ കാത്തു സൂക്ഷിക്കാനും സ്കിന്നിന് വളരെ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നേന്ത്രക്കായ ഉണക്കിയത്, നേന്ത്രക്കായ പൊടി, അതുപോലെ തന്നെ കണ്ണങ്കായ, കുണ്ണങ്കായ എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, അതിന്റെ പൊടിയും പൊടിക്കാത്തതും കുഞ്ഞാവകൾക്കാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും വയസ്സായിട്ടുള്ള ആളുകൾക്കും, അതായത് എല്ലാവർക്കും ഈ മായമില്ലാത്ത അല്ലെങ്കിൽ കെമിക്കൽ ചേർക്കാത്ത പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഈ തലശ്ശേരി കൃഷിഭവന് കീഴിൽ ഉൽപ്പാദിക്കപ്പെടുന്ന അഗ്രിഫ്രഷ് കൃഷിക്കൂട്ടത്തിൻ്റെത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദന്തപാല ഓയിലാണ്. അത് നമുക്ക് സോറിയാസിസ് മാറുവാനും തലയിലെ താരം മാറുവാനും നമ്മുടെ സ്കിന്നിലുള്ള പൊരിച്ചലും അതുപോലെ സ്കിന്നിന് വരുന്ന ഇൻഫെക്ഷൻസ് മാറുവാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് നാടൻ മഞ്ഞൾ പൊടിയാണ്. നാടൻ മഞ്ഞൾ പൊടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് സ്കൂളുകളിൽ കുട്ടി വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ ഭാഗമായി കൃഷിഭവന് കിട്ടി തരുന്ന മഞ്ഞൾ വിത്ത് നട്ടുകൊണ്ടാണ്. അപ്പോൾ നാടൻ മഞ്ഞൾ നമുക്ക് നമ്മുടെ ഈ അഗ്രിഫ്രഷ് കൃഷിക്കൂട്ടത്തിന്റെ കീഴിൽ കിട്ടും. 400 രൂപയാണ് പുറത്ത് വില. നമ്മുടെ വീട്ടിൽ എപ്പോഴും 350 രൂപക്കാണ് ഒരു കിലോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും MRP കുറഞ്ഞ് മാനുഫാക്ചറിങ് വിലയിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി അഗ്രിഫ്രഷ് കൃഷിഭവന്റെ കീഴിലുള്ള ഈ പാംപ്ലാ വികസന പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങി സഹകരിക്കണമെന്നും ഈ കേരളത്തിലുള്ള കർഷകരെ സംരക്ഷിക്കണമെന്നും വിനീതമായ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുക. ഈ പ്രൊഡക്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന 9656475242 എന്ന നമ്പറിലും 8086549193 എന്ന നമ്പറിലും വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ അഡ്രസ് അയച്ചു കഴിഞ്ഞാൽ DTDC കൊറിയർ വഴിയോ പോസ്റ്റൽ വഴിയോ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് എത്തിച്ചേരുന്നു. താങ്ക് യു സർ.